നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക. ഇനി സംസാരിക്കാൻ പോകുന്നത് ഒരു സൈലന്റ് കില്ലർ ആയിട്ടുള്ള നമ്മുടെ ബ്ലഡ് പ്രഷറിന്റെ ഏർലി വാർണിംഗ് സയൻസിനെ കുറിച്ചാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഭയങ്കരമായിട്ടും തലയ്ക്ക് ഭയങ്കര ഒരു ഭാരം, തലയുടെ പുറകിൽ ഭയങ്കര വേദന, മൊത്തത്തിലൊരു ബാലൻസ് ഇല്ല, തലയ്ക്കൊരു പെരുപ്പൊക്കെ പോലെ ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് ഒന്ന് നടന്നാലും സ്റ്റെപ്പ് കയറുമ്പോഴും ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പും ഭയങ്കര പാൽപിറ്റേഷനും ഒരു കാര്യമില്ലാതെ ഭയങ്കര ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റിയും ഒരു മൂഡ് സ്വിങ്സും ഒക്കെ ഭയങ്കരമായിട്ടും. എത്ര ഉറങ്ങിയിട്ടും ഭയങ്കര ഫാറ്റിക്, എത്ര ഉറങ്ങിയിട്ട് ക്ഷീണം മാറുന്നില്ല, ഭയങ്കരമായിട്ടും. പിന്നെ ചെറുതായിട്ട് കണ്ണിലൊക്കെ ഒരു മങ്ങലും, മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ട് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂട്ടത്തിലുണ്ട് താനും. പിന്നെ 35-40+ ആണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 3 മാസം കൂടുമ്പോഴത്തേക്കും BP മോണിറ്റർ ചെയ്യണം. BP മോണിറ്റർ ചെയ്യാൻ മറക്കരുത്. കാരണം BPയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷറിന്റെ സിംറ്റംസ്, നമുക്ക് ഹൈ BP ആണെങ്കിൽ പോലും ആ സിംറ്റംസ് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ 3 മാസം കൂടുമ്പോൾ, നിങ്ങൾ 40+ ആണെങ്കിലോ 35 above ആണെങ്കിലോ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് തലയ്ക്ക് പെരുപ്പും തലയ്ക്ക് ഭയങ്കര ഭാരവും, നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഒരു കിതപ്പ്, പാൽപിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് 3 മാസം കൂടുമ്പോഴത്തേക്കും BP ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്തിരിക്കണം. BPയുടെ സിംറ്റംസ് ആൻഡ് സൈൻസ് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ BP ബ്ലഡ് പ്രഷറിനെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന അച്ചാർ, പപ്പടം, അല്ലേ? പിന്നെ ഇൻസ്റ്റന്റ് നൂഡിൽസ്, ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ സോഡിയം കൂടുതലായതുകൊണ്ട് വളരെ ബ്ലഡ് പ്രഷറിനെ കൂട്ടാൻ ചാൻസ് ഉള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കുന്ന ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ബച്ചി, സമൂസ പോലുള്ള ഫ്രൈഡ് ഐറ്റംസിനൊക്കെ എന്ന് പറയുമ്പോൾ ട്രാൻസ് ഫാറ്റും സോഡിയം കൂടുതലായതുകൊണ്ട് അത് BPയെ കൂട്ടാനും അത് വേഴ്സാക്കാനും ഒക്കെ ഇത് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ആൽക്കഹോൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ബ്ലഡ് പ്രഷറിന് അത്ര നല്ലതല്ല. കെഫെയിൻ അത്ര നല്ലതല്ല ബ്ലഡ് പ്രഷറിന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്ന BPക്ക് ഒട്ടും നല്ലതല്ല. പ്രോസസ്ഡ് മീറ്റ് എന്നൊക്കെ പറയുന്നത് BPക്ക് ഒട്ടും നല്ലതല്ല. പിന്നെ നമ്മുടെ ഷുഗറി ഡ്രിങ്ക്സ് പുറത്തുനിന്ന് കഴിക്കുന്നത്, അതൊന്നും BPക്ക് നല്ലതല്ല. പിന്നെ നമ്മൾ സ്ഥിരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം. വൈറ്റ് ബ്രെഡിൻ്റെ അകത്തൊക്കെ ഹിഡൻ ആയിട്ടുള്ള സോഡിയം ഉള്ളതുകൊണ്ട് ഒട്ടും നല്ലതല്ല. കുക്കീസ്, പേസ്ട്രീസ്, ഇതെല്ലാം BPയെ കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ 4 മണിയുടെ സ്നാക്കിങ് നമ്മൾ മാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് ഈ വറുത്ത് പൊരിച്ച എണ്ണമയുള്ളത് കഴിക്കാതെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ആഡ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ പിന്നെ അതിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം, അല്ലേ? നമുക്ക് എന്തൊക്കെ ഹെൽത്തി ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് BPയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് പൊട്ടാസ്യം കൂടുതലായിട്ടുള്ള ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അതായത് സ്പിനാച്ച്, അമരാന്തസ് പോലുള്ള ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. മേത്തി പോലുള്ളത് ആഡ് ചെയ്യാം. പിന്നീട് നൈട്രേറ്റ് റിച്ച് ആയിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്യുക. അത് ബ്ലഡ് വെസൽസിനെ ഡയറക്റ്റ് BPയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മുടെ വെളുത്തുള്ളി എന്ന് പറയുന്നത് ബെസ്റ്റ് ആണ് എല്ലാം കൊണ്ടും, അല്ലെ? ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിക്കകത്ത് അലിസിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് അത് BPയുടെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്തിട്ട് BP കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മോഡറേറ്റ് ലെവലിലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷറിന് നല്ലതാണ്. പിന്നെ ബനാനയ്ക്കകത്ത് പൊട്ടാസ്യം കൂടുതലായിട്ട് BPയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഓട്സിനകത്ത് ഫൈബർ കൂടുതലായതുകൊണ്ട് എന്ത് പറ്റും, നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ബ്രെയിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ കൊളസ്ട്രോളിനെ കുറച്ച്, ചീത്ത കൊളസ്ട്രോൾ LDLനെ കുറച്ചിട്ട് HDLനെ കൂട്ടി നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്, വളരെ നല്ലതാണ്. പിന്നെ കോക്കനട്ട് വാട്ടർ ആഡ് ചെയ്യുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിലൂടെ, അതായത് നമ്മുടെ ആൽമണ്ട്, വാൾനട്ട് ഒക്കെ ആഡ് ചെയ്യുന്നതിലൂടെ എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. അത് നമ്മുടെ ബോഡിക്ക് ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ലോ ഫാറ്റ് ആയിട്ടുള്ള യോഗേർട്ട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഒക്കെ ആഡ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് ഗട്ട് ഹെൽത്തിന് നല്ലതാണ്, കാൽഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഈ 4 മണിക്കത്തെ ഫ്രൈഡ് ആയിട്ടുള്ള ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിഞ്ഞ സ്നാക്കിങ്ങും ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡും ഇൻസ്റ്റന്റ് നൂഡിൽസും പുറത്തുനിന്നുള്ള ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട്, കെഫൈൻ ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ട് ലീഫി ഗ്രീൻസ് ആയിട്ടുള്ള, അല്ലേ, നമ്മൾ നൈട്രേറ്റ് ആഡ് ചെയ്യുക, ബീട്രൂട്ട് ആഡ് ചെയ്യുക, വെളുത്തുള്ളി ആഡ് ചെയ്യുക നമ്മുടെ ഇതിൽ. പിന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള നമ്മുടെ നട്ട്സ് ആഡ് ചെയ്യുക, ഓട്ട്മീൽ ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ BPയെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണം. 3 മാസം കൂടെ മസ്റ്റായിട്ട് BP മോണിറ്റർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള ഡയറ്റ് ചെയ്യുക. ദിവസവും ഒരു അരമണിക്കൂർ നടക്കുക എന്നുള്ളത് മസ്റ്റ് ആക്കുക. ചിലപ്പോൾ ഓഫീസ് ജോബ് ആയിരിക്കും, 9 to 5 ആയിട്ടുള്ള ജോബ് ഉള്ളവരായിരിക്കും. നടക്കാൻ സമയം നമുക്ക് എക്സസൈസ് പോലുള്ള പ്രാണായാമം അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ചില സമയമില്ല, ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അരമണിക്കൂർ എങ്ങനെയെങ്കിലും നടക്കാൻ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്കത് പിന്നെ ഡയറ്റും കൂടെ നോക്കുന്നതിനോട് നിങ്ങൾക്ക് നമ്മുടെ ബോഡിയെ ഹെൽത്തി ആക്കി വെക്കാനും നമ്മുടെ എല്ലാം ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.